ജൈവ പച്ചക്കറി കൃഷിയിൽ വിജയഗാഥയുമായി കാസർഗോഡ് കാരക്കോട്ടെ സാബു. 10 വർഷത്തിലേറെയായി പച്ചക്കറി കൃഷി ചെയ്തുവരുന്ന സാബുവിനെ തേടി നിരവധി അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും എത്തിയിട്ടുണ്ട്. പിതാവിന്റെ പാത പിന്തുടർന്നാണ് മടിക്കൈ പഞ്ചായത്തിലെ കാരാക്കോട്ടെ സാബു പച്ചക്കറി കൃഷിയെ സ്നേഹിച്ചു തുടങ്ങിയത്. വിദ്യാഭ്യാസ ജീവിത കാലഘട്ടത്തിൽ പഠനം കഴിഞ്ഞു വന്നാൽ പിതാവിന്റെ കൂടെ കൃഷിയിടത്തിൽ സജീവമായിരുന്നുവെന്ന് സാബു പറയുന്നു. ടാക്സി ഡ്രൈവറായി ജോലി നോക്കിയിരുന്നെങ്കിലും മാതാപിതാക്കളുടെ വിയോഗത്തിനു ശേഷം ഒരു സമ്പൂർണ്ണ കർഷകനായി മാറുകയായിരുന്നു. ഇത്തവണ സ്വന്തമായി 4 ഏക്കറിലാണ് കൃഷി. ഇതിൽ 1.5 ഏക്കറോളം പച്ചക്കറികളാണ്. പയർ, വെണ്ട, വഴുതന, ചീര, പച്ചമുളക്, വെള്ളരി, നാടൻ ഹൈബ്രിഡ് തണ്ണിമത്തനുകൾ, കക്കിരി, ചോളം, പടവലം, കോവയ്ക്ക കൂടാതെ കൂർക്കയും കൃഷി ചെയ്തു വരുന്നു. കൃഷി ഒരിക്കലും നഷ്ടമല്ലെന്നും അത് ചെയ്യുന്ന രീതികൾക്കനുസരിച്ചായിരിക്കും വിജയമെന്നും സാബു പറയുന്നു. കൃഷി എന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ കൃഷി ചെയ്യുന്നുണ്ട്. സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കാലം മുതൽ തന്നെ കൃഷിയോട് അച്ഛൻ നമ്മളെടുത്ത ഒരു നല്ലൊരു ജൈവ കൃഷിക്കാരനായിരുന്നു. നമ്മുടെ ചുറ്റുപാടിലെ സ്ഥലമെല്ലാം പല സ്ഥലത്തും പാട്ടത്തിന് സ്ഥലം എടുത്തിട്ട് പിന്നെ കയ്പ, നരമ്പൻ, പടവലം ഇങ്ങനെയുള്ള എല്ലാ കൃഷികളും പാട്ടത്തിനെടുത്തിട്ട് പിന്നെ അച്ഛൻ്റെ കാലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആ ഒരു കാഴ്ചപ്പാടിലോടുകൂടി കണ്ടു വളർന്നത് തന്നെയാണ് നമ്മൾ കൃഷിയിലേക്ക് തന്നെ ആകർഷണമാകുന്നത്. അപ്പോൾ സ്കൂൾ പഠിത്തം കഴിഞ്ഞാലും വൈകുന്നേരം വന്നിട്ടും ഇതുപോലെ കൃഷിയുടെ കൂടെ തന്നെ നമ്മൾ അച്ഛൻ്റെ കൂടെ എല്ലാം നിൽക്കും. പക്ഷേ കഴിഞ്ഞ ശേഷം പിന്നെ അച്ഛൻ്റെ മരണം, അച്ഛനും അമ്മയും രണ്ടാളും ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ അവരുടെ എല്ലാം മരണത്തിന് ശേഷം ഞാൻ പൂർണ്ണമായിട്ടും കൃഷിയിലേക്ക് തന്നെ ഇറങ്ങി. മുമ്പ് ഞാൻ ടാക്സി ഡ്രൈവറായിട്ടും കാഞ്ഞങ്ങാട് ടൗണിൽ ടാക്സി ഡ്രൈവറായിട്ടും ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവറായിട്ടെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് പൂർണ്ണമായിട്ടും കൃഷിയിലേക്ക് തന്നെ ആയി. കഴിഞ്ഞ വർഷം വരെ 10-12 ഏക്കർ പാട്ടത്തിന് സ്ഥലം എടുത്തിട്ട് കൃഷി ചെയ്തുകൊണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം വരെ 12 ഏക്കറോളം പാട്ടത്തിനെടുത്ത ഭൂമിയിൽ 25 ഇനങ്ങളോളം പച്ചക്കറികളാണ് ഉത്പാദിപ്പിച്ചിരുന്നത്. മുൻകാലങ്ങളിൽ ജോലിക്കാരെ വെച്ചായിരുന്നു കൃഷിയെങ്കിൽ ഇത്തവണ തനിച്ചാണ്. ചൂട് കൂടിയതിനാൽ രാവിലെയും വൈകിട്ടും പരിചരണം ആവശ്യമായി വരുന്നു. 2 നേരങ്ങളിൽ വെള്ളം നനയ്ക്കും. പൂർണ്ണമായും ജൈവരീതിയിലാണ് പച്ചക്കറി കൃഷി. അക്ഷയശ്രീ സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങളും സാബുവിനെ തേടിയെത്തിയിട്ടുണ്ട്. ഭാര്യ അമ്പിളിയും കാഞ്ഞങ്ങാട് ക്രൈസ്റ്റ് സ്കൂളിലെ 4ാം തരം വിദ്യാർത്ഥിനി ഏഞ്ചലും കൃഷിയിൽ സാബുവിന് പിന്തുണയായി രംഗത്തുണ്ട്. കാർഷിക ജീവിതത്തോടൊപ്പം നിരവധി സാമൂഹിക പ്രവർത്തനങ്ങളിലും സജീവമാണ് സാബു. ബാലകൃഷ്ണൻ പാലക്കി, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.